ഹലോ കൂട്ടുകാരെ, കേതൻ്റെ ഏതും തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കല്ലേ. സൺഡേ ആയിട്ട് രാവിലെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് റോഡിലോട്ട് വായി നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതെല്ലാം പതുക്കെ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോഴതിന് ചേട്ടൻ പറഞ്ഞ് റെഡിയാവും, നമുക്ക് ഒരിടം വരെ പോകാം. ആ ഇടത്തിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തയ്യാറെടുക്കുക. രാവിലെ ഇതാണ്ട് കേതപ്പനപ്പോൾ എൻ്റെ തോളിൽ കയറി അതിനെ വെച്ചിട്ടൊക്കെ ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുക. കേതപ്പന് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് കുട്ടി ദോശയും കൂടെ ഉണ്ടാക്കി. അതൊക്കെ കണ്ടെങ്കിലും അവൻ കഴിക്കട്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കേതപ്പൻ ദോശ കഴിക്കുവാണേ. അങ്ങനെ ഞാൻ റെഡിയായപ്പോൾ പിന്നെ കാശിപ്പനെ കൊണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. ചുമ്മാതെ ഓരോരോ ഷോ, അല്ലാതെ എന്താ. ഒരുങ്ങിക്കഴിഞ്ഞാൽ 2 ഫോട്ടോ എടുത്തില്ലേ ശരിയാവത്തില്ല. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ദാണ്ട യാത്രയൊക്കെ തിരിച്ചു. വണ്ടിയിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചിരിച്ച് സന്തോഷിച്ചിരിക്കുക. കേതപ്പൻ എനിക്ക് കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തിരുവല്ല വരെ പോവാണ്. നമ്മുടെ കേതൻ്റെ ഏദൻ തോട്ടത്തിലേക്കുള്ള കുറച്ച് അതിഥികളെ വാങ്ങാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. കുറച്ച് പഴങ്ങളുടെ ഒക്കെ ചെടികൾ വാങ്ങാനായിട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ പോവുക. പകുതി ആയപ്പോഴത്തേക്കും കേതപ്പൻ എൻ്റെ തലവഴിഞ്ഞേ വൊമിറ്റ് ചെയ്തു. ഇങ്ങനെ ഉറങ്ങുന്നു. കാശപ്പൻ ഉറങ്ങുന്നു. എല്ലാവരും ഉറക്കമായി. എല്ലാവരും എണീറ്റ്. ബിസ്ക്കറ്റ് എടുത്തപ്പോഴേക്കും എല്ലാവരും എണീറ്റിട്ടുണ്ട്. കോന്നൻ കൊല്ലത്ത് പോയെന്ന് പറഞ്ഞാൽ മതി, ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ പരിപ്പുവട അപ്പം ഉണ്ടാക്കുന്നേ ഉള്ളായിരുന്നു. അപ്പം പരിപ്പുവടയെക്കുറിച്ച് എന്ത് സൂപ്പർ പരിപ്പുവടയാണ്. എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പോയ കാര്യവും നടന്നില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കുമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ കയറിയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റായിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു ഇവിടുത്തെ. അങ്ങനെ തന്നെ വെളിയിലൊക്കെ ഫിഷൊക്കെ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് മീൽസിൻ്റെ കൂടെ പറയാവുന്നതാണ്. ഞങ്ങൾ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു, നേരത്തെ ടേസ്റ്റ് ഓർത്തിട്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു. കാശി പിന്നെ പൊറോട്ടയും ബീഫ് റോസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ ബിരിയാണി പറഞ്ഞു. എല്ലാം വലിയ കാര്യത്തിൽ കഴിക്കാനെടുത്തും. അട്ട ഫ്ലോപ്പ് എന്ന് പറഞ്ഞപ്പോൾ മഹാ ഫ്ലോപ്പായ ഒരു ബിരിയാണി ആയിരുന്നു. അരി വെന്തിട്ടുമില്ല. കുറച്ച് ബീഫും എന്തോ പോലെ കല്ല് പോലെ കിടക്കും. ഒരു കർമ്മത്തിന് കൊള്ളത്തില്ലായിരുന്നു. ഹോം കയറി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ, പോയിട്ട് വന്നിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടക്കാത്തതുകൊണ്ട് അനിച്ചേട്ടൻ വിളിച്ചില്ല. തിരികെ ഇങ്ങ് പോരുകയും ചെയ്തു. എന്താ പറയുക, ഒരു അട്ട ഫ്ലോപ്പ് യാത്രയും ഫുഡും എല്ലായിരുന്നു. പക്ഷേ പരിപ്പോട് മാത്രം സൂപ്പറായിരുന്നു. പിന്നെ അനിച്ചേട്ടനെ കളിയാക്കിയപ്പോൾ അനിച്ചേട്ടൻ പറയാം, നിങ്ങൾ ഈ തെങ്ങ് കണ്ടോ, ഈ മരം കണ്ടോ, റോഡ് കണ്ടോ, വീട്ടിലിരുന്നതൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.